കേരളത്തിൽ നിലവിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അല്ലെങ്കിൽ SIR നടന്നു വരുന്ന ഒരു സമയമാണ്. കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് ഇന്ത്യയിലൊട്ടാകെ, ബീഹാറിൽ ഒരു ഘട്ടത്തിൽ നടപ്പിലാക്കിയതാണ്. ആ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലൊട്ടാകെ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും SIR നടന്നു വരികയാണ്. അപ്പോൾ ഈ SIRൻ്റെ കരട് പട്ടിക നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഒട്ടനവധി പേർ SIRന് മുമ്പുള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരും അതുപോലെ തന്നെ നിലവിൽ 18 വയസ്സായവരും ഒന്നും ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്തരക്കാർക്ക് എങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം എന്നതിനെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കാം. 2025 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും SIRൻ്റെ അപേക്ഷാ ഫോം SIR ഫോം സമയബന്ധിതമായി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരും ആയവർക്ക് ഇപ്പോൾ പേര് ചേർക്കാനുള്ള അവസരം നിലവിലുണ്ട്. ഈ മാസം ജനുവരി മാസം 22-ാം തീയതി വരെ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ 18 വയസ്സ് പൂർത്തിയായവർക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. മുൻകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പ്രായപരിധിയുടെ നിശ്ചയിച്ചിരുന്നത് എല്ലാ വർഷവും ജനുവരി മാസം 1-ാം തീയതി ആയിരുന്നു എങ്കിൽ ഇപ്പോൾ നിലവിൽ ചേർക്കാൻ പോകുന്ന സമയത്ത് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പേര് ചേർക്കാമെന്നൊരു അവസരം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ 2025 പട്ടികയിൽ പേരുണ്ടായി ഒഴിവായി പോയവർക്ക് നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ നമുക്ക് പല തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഒന്ന്, നമുക്ക് സ്വന്തമായി തന്നെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചേർക്കാം. അല്ലെങ്കിൽ സമീപത്തുള്ള അക്ഷയ സെൻറ്റർ അടക്കമുള്ള ജനസേവന കേന്ദ്രങ്ങളെ, ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന ജനസേവന കേന്ദ്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഇതും അല്ലെങ്കിൽ നമ്മുടെ ബൂത്ത് കൈകാര്യം ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസർ അല്ലെങ്കിൽ BLOയെ സമീപിച്ചും നമുക്ക് വോട്ട് ചേർക്കാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, BLOമാർ നിലവിൽ SIRൻ്റെ പ്രവർത്തനങ്ങളുമായി, ഹിയറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഈ വരുന്ന 22-ാം തീയതി വോട്ട് ചേർക്കാനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുള്ള ജനുവരി മാസം 22-ാം തീയതി വരെ ഹിയറിങ്ങിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നതിനാൽ അവർക്ക് ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോഴുള്ള മറ്റ് മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണോ നമ്മുടെ കമ്പ്യൂട്ടറോ, നെറ്റ്വർക്കുള്ള കമ്പ്യൂട്ടറോ ഉപയോഗിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ജനസേവന കേന്ദ്രങ്ങളെ, അക്ഷയ സെൻറ്റർ അടക്കമുള്ള ജനസേവന കേന്ദ്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് പേര് ചേർക്കാം. നമ്മൾ സ്വന്തമായാണ് പേര് ചേർക്കേണ്ടതെങ്കിലും, നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ പോയാണ് ചേർക്കുന്നതെങ്കിലും നമ്മൾ കയ്യിൽ കരുതേണ്ട രേഖകൾ, ഒന്ന്, നമ്മുടെ എല്ലാവരുടെയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. 2, നമ്മുടെ വയസ്സ് തെളിയിക്കുന്നതിനുള്ള ഒരു രേഖ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ രേഖകൾ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ വോട്ട് ചേർക്കാൻ വേണ്ടി എടുത്ത് പിന്നെ വെബ്സൈറ്റിലേക്ക് കയറുമ്പോഴേ ആ രേഖകൾ ഏതൊക്കെ എന്ന് അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അതിൽ പറയാത്ത മറ്റൊരു രേഖയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2ാമത്തെ ഓപ്ഷനിൽ ഇനി അതർ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ട് അത് ഏത് രേഖയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഇനി പഴയ ആളുകൾക്കൊക്കെ ചിലപ്പോൾ വയസ്സ് തെളിയിക്കുന്നതിനുള്ള രേഖകളൊന്നും ഉണ്ടായി എന്ന് വരില്ല. അവർക്ക് രേഖ ഇല്ല എങ്കിൽ ആ വിവരം അവിടെ രേഖപ്പെടുത്തിയാൽ മതിയാകും. അതാണ് ഒരു രേഖ. 2, താമസം തെളിയിക്കുന്നതിനുള്ള രേഖയാണ് ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ്, അതുപോലെ SSLC സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ കിട്ടുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ഇത്തരത്തിലുള്ള രേഖകൾ. അതിനെക്കുറിച്ചെല്ലാം നമ്മളിത് ചേർക്കാൻ വേണ്ടി സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ ഏതൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് അതിൽ പറയുന്നുണ്ട്. പക്ഷേ റേഷൻ കാർഡ് അതിൽ ഉൾപ്പെട്ടിട്ടില്ല. പക്ഷേ അതിന് തൊട്ട് താഴെയായി അതർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ഡോക്യുമെൻ്റ് എന്ന് അവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഈ ഡോക്യുമെൻ്റ് അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി. ഈ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ലിങ്കുകളിൽ കയറി നമുക്കത് ചേർക്കാം. അതിന് നമ്മൾ സ്വന്തമായാണ് ചേർക്കുന്നതെങ്കിൽ നമുക്ക് 2 തരത്തിൽ നമുക്ക് ചേർക്കാൻ വേണ്ടി കഴിയും. ഒന്ന്, വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയും. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് OTP കൊടുത്ത ശേഷം അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വോട്ടർ രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ എടുത്ത് അതിലൂടെ നമുക്ക് പേര് ചേർക്കാം. അതല്ല എങ്കിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്ത് കൈകാര്യം ചെയ്യുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ CEO കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലും കയറി, അതിലും വോട്ടേഴ്സ് കോർണറിൽ കയറി അതിലുള്ള വോട്ടർ രജിസ്ട്രേഷനിൽ കയറിയും നമുക്ക് പേര് ചേർക്കാം. ഇവിടെ പേര് ചേർക്കുമ്പോൾ നമ്മൾ ഫോം സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ പുതുതായി വോട്ട് ചേർക്കുന്ന നമ്മുടെ 18 വയസ്സ് കഴിഞ്ഞ വോട്ടർമാർക്കും, അതുപോലെ SIR പട്ടികയ്ക്ക് മുമ്പ് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും എന്നാൽ SIRന് ശേഷം പേര് നഷ്ടപ്പെടുകയും ചെയ്തവർക്കുമെല്ലാം ഫോം നമ്പർ 6 ആണ് ഉപയോഗിക്കേണ്ടത്.
എന്നാൽ പ്രവാസി വോട്ടർമാരുണ്ട്, ഓവർസീസ് വോട്ടർമാർ, നമ്മുടെ രാജ്യത്തിന് വെളിയിൽ താമസിക്കുന്ന വോട്ടില്ലാത്ത ആളുകൾക്ക് വോട്ട് ചേർക്കാൻ വേണ്ടി 6A ഫോമാണ് ഉപയോഗിക്കേണ്ടത്. മറ്റനവധി ഫോമുകളുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വോട്ട് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് ഫോം 8 ഉപയോഗിക്കാം. ഒരാളിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ ഫോം 7 ഉപയോഗിക്കാം. നമ്മുടെ ആധാർ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6B ഉപയോഗിക്കാം. ഇങ്ങനെ മറ്റ് ഫോമുകളുണ്ടെങ്കിലും പുതുതായി വോട്ട് ചേർക്കുന്നതിന് വോട്ടർ പട്ടികയിൽ ഉപയോഗിക്കേണ്ട ഫോം 6ഉം 6Aയുമാണ്. രാജ്യത്തിനകത്തുള്ള വോട്ടർമാർക്ക് 6ഉം രാജ്യത്തിന് പുറത്തുള്ളവർക്ക് വോട്ട് ചേർക്കാൻ വേണ്ടി 6Aയും ആണ് ഉപയോഗിക്കേണ്ടത്. ഫോം 6 നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്, ജില്ല തുടങ്ങിയ പ്രധാന വിവരങ്ങൾ അതിൽ കൊടുക്കണം. അതിലേറ്റവും പ്രധാനമായി ഒട്ടനവധി വിവരങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അതിൽ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള, ചുമന്ന നിറത്തിൽ സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള നിർബന്ധിതമായ അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള വിവരങ്ങൾ മാത്രം നൽകിയാലും നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി കഴിയും. 2025 പട്ടികയിൽ അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ടുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ആളുകൾക്ക് വോട്ട് ചേർക്കുമ്പോൾ അവർ 2025 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നവരാണോ എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അത്തരക്കാർ അങ്ങനെ ആണ് എന്നുള്ള വിവരം കൊടുക്കുക. പുതിയ വോട്ടർമാരാണെങ്കിൽ അല്ല എന്ന വിവരവും കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ പഴയ വോട്ടർ ആയിരുന്നുവെങ്കിൽ അവരുടെ എപ്പിക് നമ്പർ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ എലക്ഷൻ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് എപ്പിക് എന്നതിൻ്റെ പൂർണ്ണരൂപം. അതായത് നമ്മുടെ കയ്യിലുള്ള വോട്ടർ തിരിച്ചറിയൽ കാർഡിനെയാണ് എപ്പിക് കാർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ നമ്മളെ ആ വോട്ടർമാരുടെ വിവരവും മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ തന്നെ വരും. അത് കൊടുത്തതിന് ശേഷം നമുക്ക് 2002 വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ വിവരം അറിയാമെങ്കിൽ ആ വിവരം കൂടി കൊടുക്കണം. 2002 നമുക്കോ വോട്ടില്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അമ്മ, അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ തുടങ്ങിയ നമ്മുടെ പിതാമഹന്മാർക്ക് വോട്ടുണ്ടെങ്കിൽ ആ വിവരവും, കുടുംബത്തിലുണ്ടായിരുന്നെങ്കിൽ ആ വിവരവും കൊടുത്തുകൊണ്ട് ആ വിവരം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു ഹിയറിംഗ് സംവിധാനത്തിലേക്ക് പോകുന്നതിൽ നിന്നും വോട്ടർമാർക്ക് ഒഴിവാകാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പേര് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ ജില്ല, സംസ്ഥാനം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിയമസഭാ മണ്ഡലം ചോദിക്കുന്നുണ്ട്. കൃത്യമായി നിയമസഭാ മണ്ഡലം അറിയാമെങ്കിൽ അത് തന്നെ ക്ലിക്ക് ചെയ്ത് ചേർക്കുക. അതറിയാത്തവരാണ് അതിനുശേഷം എങ്കിൽ പാർലമെൻറ്റ് മണ്ഡലം കൊടുക്കേണ്ടത്. ഏറ്റവും എളുപ്പം നിയമസഭാ മണ്ഡലം കൊടുത്ത് പോകുന്നതായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഇതുണ്ട്. ഫോട്ടോ നമ്മുടെ ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫോട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഫോട്ടോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്യാനും ഉള്ള സംവിധാനം നമ്മുടെ ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. വ്യക്തിഗത വിവരങ്ങൾ നമ്മൾ നൽകണം. നമ്മുടെ പേര്, നമ്മുടെ ഇനിഷ്യൽ ഉൾപ്പെടെയുള്ള പേര് തെറ്റാതെ അടിക്കണം. നമ്മുടെ രക്ഷകർത്താക്കളുടെ വിവരങ്ങൾ, നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൊടുക്കുകയും വയസ്സ് കൊടുക്കുന്ന സ്ഥലത്ത്, ജനനത്തീയതി കൊടുക്കുന്ന സ്ഥലത്ത് അത് തെളിയിക്കുന്നതിനുള്ള രേഖയുണ്ടെങ്കിൽ അതും കൂടി ഏതാണെന്ന് സ്പെസിഫൈ ചെയ്ത ശേഷം, അത് ഏതാണെന്ന് വിശദീകരിച്ച ശേഷം അത് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതിന് ശേഷം നമ്മുടെ താമസം തെളിയിക്കുന്നതിനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്ത ശേഷം ഏറ്റവും ഒടുവിൽ ഈ സൈൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഈ സൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളവർക്ക് ആധാർ നമ്പർ അതിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിന് 1 മിനിറ്റ് സമയമാണുള്ളത്. ഈ OTP വരാനും ആ OTP ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുമുള്ള സമയം എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. ഈ 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ മൊബൈൽ നമ്പറിൽ വരുന്ന OTP ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈൻ ആവുകയും ഈ സൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൂർണ്ണമായും ഈ ഫോം സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ആധാർ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി ആദ്യ ഒരു ഭാഗത്ത് ആധാർ നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ചോദിക്കുന്നുണ്ട്. അവിടെ ആധാർ നമ്പർ ഓപ്ഷണലാണ്, നിർബന്ധമല്ല. വേണമെങ്കിൽ മാത്രം ആധാർ നമ്പർ ആഡ് ചെയ്താൽ മതി. പക്ഷെ ആധാർ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം, ആധാറിലും നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മറ്റ് രേഖകളിലോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്ന പേരിലും സ്പെല്ലിങ്ങിലോ മറ്റെന്തെങ്കിലും ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല. അവിടെ വെച്ച് തന്നെ ഫോം റിജക്റ്റ് ആവുന്ന തരത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ആധാറും നമ്മൾ കൊടുക്കുന്ന മറ്റ് രേഖകൾ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ പേരിലെയും ഇനിഷ്യലും പേരിലെ സ്പെല്ലിങ്ങും എല്ലാം കൃത്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ആധാർ നമ്പർ ആഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ ആധാർ അതിൽ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് രണ്ടും 2 പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതുകൊണ്ട് ആധാർ നിർബന്ധമല്ല, പേര് ഒരുപോലെയാണെങ്കിൽ മാത്രം ആധാർ ആഡ് ചെയ്താൽ മതിയാകും. എന്നാൽ
നമുക്ക് ഈ സൈൻ ചെയ്യുന്നതിന് ആധാർ നമ്പർ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആധാർ മൊബൈലുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ ഈ അപേക്ഷ അയക്കുന്ന ആളോ അല്ലെങ്കിൽ ആളിൻ്റെ രക്ഷകർത്താവാണ് അയക്കുന്നതെങ്കിൽ അവരുടെ ഈ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറുള്ള മൊബൈൽ അപ്പോൾ കയ്യിൽ കരുതണം. 1 മിനിറ്റ് മാത്രമാണ് OTP എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഈ വോട്ടർ പട്ടികയിൽ പേര് വളരെ എളുപ്പത്തിൽ തന്നെ ചേർക്കാൻ കഴിയുന്ന സംവിധാനം നിലവിലുള്ളത്. വിവരങ്ങൾ കൊടുക്കുമ്പോൾ തെറ്റാതെ നമ്മുടെ രേഖകളിലുള്ളതുപോലെ കൊടുക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അപേക്ഷ പരിശോധനയ്ക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ കയ്യിൽ വരികയും അവർ ഇത് പരിശോധിച്ച് നമ്മുടെ 2002 വോട്ടിൻ്റെ വിവരങ്ങളടക്കം രേഖപ്പെടുത്തുകയും ചെയ്യുന്ന വേളയിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ, നമ്മുടെ അപേക്ഷ അംഗീകരിക്കുന്ന തരത്തിലേക്ക് പോകും. ഇത്തരത്തിൽ വോട്ട് 2025 പട്ടികയിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് നഷ്ടപ്പെട്ടവർക്കും 18 വയസ്സ് കഴിഞ്ഞ പുതിയ വോട്ടർമാർക്കും നിലവിലെ അന്തിമ പട്ടിക, SIRൻ്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ പേര് ചേർക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇത് കഴിഞ്ഞാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ ഈ 18 വയസ്സ് കഴിഞ്ഞവർക്ക് പേര് ചേർക്കുന്നതിനുള്ള ഒരു അവസരം കൂടി തരുന്നതായിരിക്കും. അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വോട്ട് ചേർക്കുന്നതെന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ വോട്ട് ചേർക്കാൻ കഴിയാതെ പോയാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ തരുന്ന ആ അവസരത്തിൽ നമുക്ക് പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി കഴിയും.